വ്യവസായനെ സംബന്ധിച്ച് സ്വന്തമായ ഒരു വീട് വേണ്ട എന്നത് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമാണ്. അദ്ദേഹം വ്യക്തിപരമായ സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ ഒരു വീട് പോലും സ്വന്തമായി വേണ്ട എന്ന തീരുമാനമെടുത്തു. അതൊക്കെ വെറ്റി ചേച്ചി പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നതാണ്. കൊല്ലത്തെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ SFIയുടെ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന നേതാവാണ്. അന്ന് പാർട്ടിയുടെ നേതാവായി സഖാവ് MA ബേബി മാറി. സ്കൂൾ വിദ്യാർത്ഥി കാലം തൊട്ടേ സഖാവിൻ്റെ എനിക്ക് വ്യവസായം ആദ്യം ഞാൻ കാണുന്നത് കൊല്ലത്ത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അന്ന് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ പ്രസംഗം അദ്ദേഹം മലയാളത്തിലേക്ക് തർജിമ ചെയ്യുന്നുണ്ട്. അന്ന് ഞാനും അച്ഛനും അമ്മയും കൂടെ ആ സമ്മേളനം കാണാൻ കാഴ്ചക്കാരായി പോയി. അന്ന് മനോഹരമായി സുർജിത് സിംഗിന്റെ പ്രസംഗം പ്രസംഗം ഈ പിന്നീട് പ്രസംഗിക്കുന്നതിന് ഒരു എന്താ പറയാ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ടുണ്ടോ? അതെ, മലയാളത്തിലേക്ക് അദ്ദേഹം ഇംഗ്ലീഷ് പ്രസംഗം തർജിമ ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടും ആകാംക്ഷയോടും കൂടി നോക്കി നിന്നിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ SFI വരുന്ന സമയത്താണ് ബേബിസാനെയും വെറ്റി ചേച്ചിയെല്ലാം കൂടുതൽ അടുത്തറിയുന്നത്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കുണ്ട്രയുടെ MLA ആയി 2 തവണ പ്രവർത്തിക്കുന്നു. അപ്പം അങ്ങനെയെല്ലാം നോക്കിയാൽ അതോടൊപ്പം പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ചും SFI പ്രവർത്തകരോടെല്ലാം വലിയ സ്നേഹവും ഇഷ്ടവും. ഒരു വ്യാഴവട്ടക്കാലം അതായത് DFI ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഒരു വ്യാഴവട്ടക്കാലം രാജ്യസഭയിൽ നിന്ന് ഒരു MP ആണ്. അതെ 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 രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അതിൽ എനിക്ക് ഏറ്റവും ഒരു ഓർത്തെടുക്കാൻ കഴിയുന്നത് അദ്ദേഹം രാജ്യസഭയിൽ കൊണ്ടുവന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അവരുടെ കൊടുക്കുന്ന ഫോമിനകത്ത് അച്ഛന്റെ പേരാണ് ചോദിക്കുന്നത് രാജ്യസഭാ അംഗങ്ങളുടെ. അദ്ദേഹം അന്നേരം അവിടെ ഒരു തിരുത്ത് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് അമ്മയുടെ പേര് ചോദിക്കുന്നില്ല? അത് പിന്നീട് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികളുടെ എല്ലാം ഒരു ഐക്യം ആവശ്യമായി വരുന്ന ഫ്യൂഡൽ അല്ലെങ്കിൽ നാം കാണുന്ന ഈ പുതിയ കാലത്തെ ഫാസിസ്റ്റ് സമീപനങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് CPIM കൈക്കൊള്ളുന്ന ഒരു കാലത്ത് അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി വരുന്നു എന്നുള്ളത് നമുക്കെല്ലാം ആവേശം നൽകുന്നതാണ്.